ചെകുത്താൻ്റെ അറസ്റ്റ്. ചെകുത്താൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്നത്. അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ആപ്റ്റാണ്, ഉത്തരമില്ല കേട്ടോ. നിങ്ങൾക്കൂടെ കേൾക്കാം. ചെകുത്താൻ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്തതിന് അതിലെ പരാമർശങ്ങളുടെ പേരിൽ പോലീസ് കേസെടുക്കും. ഇപ്പോൾ കസ്റ്റഡിയിലാണ് അജു. അജുവിൻ്റെ അമ്മ മേഴ്സി ഉണ്ട്. ഇവിടെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ എത്തിയതാണ്. മേഴ്സി, എന്താണ് ഇപ്പോൾ പരാതി കൊടുക്കാൻ കാര്യം? ഇന്നലെ രാത്രി തിരുവല്ല CI വിളിച്ചിട്ട് പറഞ്ഞ് രാവിലെ സ്റ്റേഷനിലേക്ക് വരിക, അവിടെ വന്നിട്ട് ജാമ്യം എടുത്തിട്ട് പോകാം, അത്ര ജാമ്യം എടുക്കേണ്ട കേസേ ഉള്ളൂ ഇത്. അപ്പോൾ അതെടുത്തിട്ട് തിരിച്ച് വരാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവൻ 8 മണിക്ക് മുമ്പ് അവിടെ വന്ന്. അപ്പം പുള്ളി CI പറഞ്ഞ് പിന്നെ ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തി കൂടെ ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞ് വിട്ടു പുറത്തേക്ക്. എന്നിട്ട് ഇവനെ ലോക്കപ്പിലാക്കി. പിന്നെ ഒരു വിവരവും ഇല്ല ഇവനെക്കുറിച്ച്. പിള്ളേരെയൊക്കെ പുറത്തു നോക്കി, എന്താ ചെയ്യണമെന്ന് പോലും നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് തെളിവെടുപ്പിനാന്ന് പറഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പം എറണാകുളത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഒരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല. അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. ഈ കേസിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമോ? ഈ പട്ടാള വേഷത്തിലുള്ള മോഹൻലാലിനെ അധിക്ഷേപിച്ചെന്നുള്ളതാണ് പരാതി, സിദ്ദിഖിന്റെ പരാതി. അധിക്ഷേപിച്ചെന്താ? ഇപ്പോൾ ഒരാളുടെ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അതുപോലെ ഇപ്പം അമ്മേനെ തല്ലിയെന്ന് കേട്ടാലും അതിന് അനുകൂലിക്കാനും പ്രതികരിക്കാനും ആളുണ്ടാവും. സിനിമയുടെ സംഘടന അമ്മ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. സിദ്ദിഖാണ് കൊടുത്തത്. അപ്പം ഈ സിദ്ദിഖ് ബാല പണ്ട് കുറച്ച് കഴിഞ്ഞ വർഷം ഈ അജു എന്ന് പറഞ്ഞ ആളെ ചെറിയ കാര്യത്തിന് വേണ്ടി തോക്കുമായിട്ട് കൊല്ലാൻ ചെന്നു. അവൻ്റെ ഫ്ലാറ്റിൽ കയറി അവിടെയുള്ള സാധനങ്ങളാണ് നശിപ്പിച്ച് തോക്ക് കാണിക്കാൻ ചെന്നവനാ. എന്നിട്ട് അന്ന് ഈ സിദ്ദിഖിനെ ഒന്നും കണ്ടില്ലല്ലോ ബാലയെ ചോദ്യം ചെയ്യാൻ. അത്രയൊന്നും അജു ചെയ്തിട്ടില്ലല്ലോ. അവൻ ചെയ്തത് അവൻ കണ്ടത് പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. അന്നത്തെ ഇവൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടത്, അന്നത്തെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കും തോന്നി ഇത് തെറ്റായി കാണിക്കണമെന്ന്. കാരണം മണിയുടെ അടിയിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യരാണ്, അതിൻ്റെ പുറത്ത് കയറിയുന്നുണ്ട് പട്ടാളക്കാരുടെയും മനുഷ്യനിൽ നിന്ന് സെൽഫി എടുക്കുന്നു ഒരുത്തൻ, മേജർ രവി എന്ന് പറഞ്ഞാൽ. അതൊക്കെ ശരിയാണ്, അത്രേ അവൻ പറഞ്ഞുള്ളൂ. ഇത് സിനിമാക്കാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണിത്. പിന്നെ സിദ്ദിഖ് മോഹൻലാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും ഇത്. അസുഖക്കാരനാണ് അവൻ, ഹാർട്ട് പേഷ്യൻ്റാണ്, എപ്പോഴും മെഡിസിൻ എടുക്കുന്ന ആളാണ്. ഇപ്പോഴാണെങ്കിൽ അവൻ ഇത്തിരി ക്രിട്ടിക്കൽ ഇതാ, കാരണം ഷുഗറും കൊളസ്ട്രോളും ഹൈ ലെവലിലാണ്. അതിപ്പോൾ അവർക്ക് ബ്ലഡ് ചെക്ക് ചെയ്താൽ അറിയാം സംശയം ഉണ്ടെങ്കിൽ. അത്രയും ഒരു അറ്റാക്കും വന്ന് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ മനുഷ്യനവൻ. അതെ, അന്യായമാണ്. അവന് ഇപ്പോൾ ഇതുപോലെ കൊണ്ട് നടന്ന് തെളിവെടുപ്പും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ടെൻഷൻ വരും. അവൻ ഈ വീഡിയോ ഇടുന്നതല്ലാണ്ട് അവനൊരു ധൈര്യമുള്ള മനുഷ്യനല്ല. ധൈര്യം ഇല്ലെന്നല്ല, എന്നാൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന്. അത് പോലീസിൻ്റെ കീഴിൽ പോയിട്ടൊന്നും ഇല്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇവനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനില്ല. പുള്ളി പറഞ്ഞത് എന്താണെന്നുള്ളത് വ്യക്തമാണ്. ചിലപ്പം അയാളുടെ ഭാഷ, അയാളുടെ ഒരു വേ ഓഫ് ടോക്ക് ഒക്കെ നമുക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലായിരിക്കാം. നിരന്തരമായി മോഹൻലാലിനെ എടുത്തു വെച്ച് പറയുന്ന രീതിയും ചെകുത്താനിക്കുണ്ട്. ഐ ഡോണ്ട് നോ ഹിം പേഴ്സണലി, പക്ഷെ എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഞാൻ അജുവിൻ്റെ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബിക്കോസ് അയാൾ പറഞ്ഞതിനകത്ത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ പോയി നിന്ന സെൽഫിയൊക്കെ എടുത്തതിനെ പറ്റിയാണ് പുള്ളി കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാവരുടെയും കൂടെ അഭിപ്രായം തന്നെയാണ്. അതല്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്ന പലരും ഭയം കൊണ്ടായിരിക്കും. അത്തരത്തിലൊരു ഭയപ്പെടുത്തലുകൾ തന്നെയായിരിക്കും പോലീസ് സംഘം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് പറയും. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങളുടെ ന്യൂസിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് വായിക്കാം. അപ്പം ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ്, യൂട്യൂബർ അജു അലക്സിന്റെ അഥവാ ചെകുത്താന്റെ അറസ്റ്റും വീട്ടിലെ റെയ്ഡും കേരള പോലീസ് ഇത്തരം കേസുകളിൽ നടപടികൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ഉത്തമ ഉദാഹരണം. മോഹൻലാലിനെതിരെ അജു അലക്സ് പറഞ്ഞതിനേക്കാൾ രൂക്ഷമായി പല സംഭവങ്ങളിലും പലരും വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട്. അതൊരു കാര്യമാണ്, പക്ഷെ അതുകൊണ്ട് പുള്ളി ചെയ്തത് തെറ്റല്ല എന്ന് പറയാനൊക്കത്തില്ല. വ്യക്തിഹത്യ ഇവിടെ മോഹൻലാലിനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് പറയാനുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വേറെ ചിലർ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പ്ലാറ്റ്ഫോമിലൂടെയും വർഗീയ വിദ്വേഷ പ്രചരണം വരെ നടത്തുന്നുണ്ട്. ഇവർക്കെതിരെയും നിരവധി പരാതികളുണ്ട്. ഇവരെ ആരെയും പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടില്ല. അവരുടെ വീടുകളിൽ റെയ്ഡും നടത്തിയിട്ടില്ല. ചില ഉദാഹരണങ്ങൾ ചുവടെ. അതൊരു വാസ്തവമല്ലേ? ഒരുപാട് രീതിയിൽ വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ അത് മാരകമായ, എൻ്റെ ഒരു വിക്റ്റിമാണ് ഞാൻ. എന്നെ ഏറ്റവും കൂടുതൽ, അതായത് 15ഓളം വരുന്ന സംഘങ്ങളാണ് ചേർന്നിരുന്ന് 3 മാസക്കാലം നിരന്തരമായി വെർബൽ റേപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ നിരന്തരമായി ഞാൻ നടന്ന് പരാതിയും കൊടുക്കുന്നു. ഒരു പരാതി പോലും അവർ കോടതി മുഖാന്തരം അല്ലാതെ എടുക്കാൻ തയ്യാറായിട്ട് പോലുമില്ല. അങ്ങനെ ഉള്ളിടത്താണ് ഇത്ര ഈസി ആക്സസിൽ എടുത്തിട്ടുള്ളത്. ഞാനും ഈ രാജ്യത്തെ പൗരയാണ്. അതേപോലെ അത്ര തന്നെ ഉള്ളൂ മോഹൻലാലും. പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല. അയാൾ ഒരു ആക്ടറാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നിമിഷങ്ങൾക്കകം ഇങ്ങനെ ഒരു പരാതി എടുക്കുന്നു, പുള്ളിയെ വീട്ടിൽ കയറ്റി കൊണ്ടുപോകുന്നു, റെയ്ഡ് ചെയ്യുന്നു, അതിഭീകരമായിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. അപ്പം നമുക്ക് ഇവർ സൂചിപ്പിച്ച ഒരു 5-6 പേരുടെ കാര്യം പറയാം. 1, പന്തളം ശ്രീജിത്ത്, പ്രമുഖ സംഘി, കേസ് ദളിത് വിദ്വേഷം. ഇവിടെ ദളിതർക്കെതിരെ സംസാരിക്കുമ്പോൾ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ആ ജാതി പരാമർശം പോലും നോൺ ബെയിൽ ഒഫൻസ് ആണ്. അതായത് അങ്ങനെ ഒരു വൃത്തികേട് പറഞ്ഞാൽ തന്നെ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ലെന്നാണ്. അയാൾ തേരാപ്പര നടക്കുന്നുണ്ട്, കേസൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ
ഒരു കേസിൽ പോലും അയാളെ ഓടിച്ചിട്ട് പിടിച്ചതായിട്ടോ ഇത്രയും തീവ്രമായി ഓടിക്കൊണ്ടുവന്നതിനൊരു തെളിവെടുപ്പ് നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് അത്. 2, ചോരക്കണ്ണൻ സംഗി വടയാർ സുനി കേസ് മുസ്ലിം വിദ്വേഷം. മുസ്ലിങ്ങൾ പിന്നെ അങ്ങനെ ചാഞ്ഞി അടക്കുന്ന മരമാണ്, ആർക്കും ചാടി കയറാമല്ലോ. അതുകൊണ്ട് പുള്ളി അറസ്റ്റ് ചെയ്തില്ല. പുള്ളി പറയണത് 24 മണിക്കൂർ മുസ്ലിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 3, TG മോഹൻദാസ് സംഗി ഭൗതിക പ്രമുഖ് കേസുകൾ എണ്ണിയാ തീരില്ല. ഈ ഇടക്കാലങ്ങളിൽ പോലും ഇതുപോലെ ഇരുന്നു കൊണ്ട് ഭയങ്കരമായിട്ട് ഇസ്ലാമിക വിദ്വേഷം പറയുന്നുണ്ട്, വക്രീകരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതായിട്ടോ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതായിട്ടോ അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഹൈജാക്ക് ചെയ്തതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഞാനും യോജിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സംഘി കേസുകൾ എണ്ണിയാ തീരില്ല. റീസെന്റ് തന്നെ പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് മുസ്ലിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ ഒരു കാര്യം. സ്വമേധയാ കേസ് എടുക്കുന്നത് പോട്ടെ, പരാതി കൊണ്ട് കൊടുത്താർക്കെ പോലും എടുക്കാത്ത ഒരു രീതി ഉണ്ടായിരുന്നു പോലീസിൽ. അതെന്താ, അതൊരു പ്രത്യേകതരം നടപടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? അതും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ന്യൂനപക്ഷ പ്രീണനം, അല്ലെങ്കിൽ എൻ്റെ മതക്കാരെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് നൊന്തു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അത് ഞാൻ വിടുന്നു. സംഘി വിഷം ശശികല എന്ന വിശകല കേസ് മുസ്ലിം ക്രിസ്ത്യൻ മതവിദ്വേഷം. അപ്പോൾ ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും എടുത്തു വെച്ച് അങ്ങ് അറുമാദിക്കുന്ന ഒരു സാധനമുണ്ട് ശശികല ടീച്ചർക്ക്. അപ്പോൾ ടീച്ചർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർക്കെതിരെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ട് പോലും ടീച്ചർ ഇതുപോലെ ഓടിച്ചിട്ട് പിടിക്കുന്നതോ ആ രീതി ചെയ്യുന്നതോ കണ്ടിട്ടില്ല. ഇനി 6, മരിച്ചുപോയ സംഘി ഡോക്ടർ N ഗോപാലകൃഷ്ണൻ മുസ്ലിം ക്രിസ്ത്യൻ മതവിദ്വേഷം. എനിക്കിതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ഞാനത് പാസ് ചെയ്യുന്നു. വടിവാളും ചുരികയും നാടൻ തോക്കുകളും ഒക്കെ ഫേസ്ബുക്കിലൂടെ പൂജ വെച്ച് മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയ തീവ്ര സംഘി പ്രതീഷ് വിശ്വനാഥ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആർം ആക്ട് പ്രകാരം ക്രൈമാണ്. അത്തരത്തിലുള്ള ക്രൈം ചെയ്ത ആള് പെട്ടെന്ന് തന്നെ അവിടെ നോർത്ത് സൈഡിലൊക്കെ ആയുധ പൂജ എന്ന രീതിയിൽ തന്നെ വക്രീകരിച്ച് മാറ്റിയെടുക്കുമ്പോഴും നമ്മുടെ നാട്ടിലത് ആം ആക്ട് പ്രകാരം കേസെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കേസും എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നിട്ട് പോലും പുള്ളി ഇതുപോലെ പിടിച്ചതായിട്ടോ ഈ ആർമൊക്കെ എവിടെയുണ്ട്, എന്താണ്, എവിടെയാണ് ഒന്നും അന്വേഷിക്കാൻ പോലീസ് പോയതായിട്ട് കണ്ടിട്ടുമില്ല. അവിടെയാണ് വൈരുദ്ധ്യം വരുന്നത്. 8, രക്തം വീഴ്ത്തൽ, മുള്ളിയൊഴിക്കൽ, തൂറിയേറ് എന്നീ പ്ലാൻ ABC പബ്ലിക്കായി പ്രസ് ക്ലബിൽ ഇരുന്ന് വിവരിക്കുകയും ശബരിമല യുവതി പ്രവേശത്തിന് അനുമതി നൽകിയ കാലത്ത് ചീഫ് ജസ്റ്റിസിനെ കള്ളൻ എന്ന് വിളിക്കുകയും ശബരിമലയിൽ 18ാം പടി വഴി കയറിയ SP മഞ്ജു എന്ന ദളിത് യുവതിയെ കൈരളി TV ചാനൽ ചർച്ചയിലിരുന്ന് കള്ളവണ്ടി കയറിയ കള്ളവെടി എന്ന് വിളിക്കുകയും ചെയ്ത ഷെഡ്ഡിയുടെ ഇലാസ്റ്റിക് ഊരി തലയിലിടുന്ന ഇലാസ്റ്റിക് സംഘി ടാർപാളിൻ ഈശ്വരൻ. ഇതിൽ കൂടുതൽ അയാളെ പറ്റി എനിക്ക് പറയാനൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. അയാളും തേരാപാര നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയല, ആദ്യത്തെ ബിഗ് ബോസിലെ ആദ്യത്തെ അങ്ങേരാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അത് സ്ത്രീവിരുദ്ധർക്ക് ഒരു പ്രത്യേകതരം പ്രിവിലേജ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിവാണത്. പക്ഷെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രം ഒരു ദിവസം കുറഞ്ഞത് 5 വീഡിയോകൾ ഇറക്കി യൂട്യൂബിലൂടെ മുസ്ലിം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന നാസ്തിക സംഗണി ജാമിത. കാമിതയെ പറ്റി പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അയ്യോ എൻ്റെ പൊന്നു, എന്തുവാ അങ്ങനെ പറയുന്ന അവർക്കെതിരെ കേസ് കൂടെ ഉണ്ടായിട്ടുണ്ട്. സ്വമേധയാ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ്, പക്ഷെ പിടിക്കൂല. അവരുടെ ഒരു ഇലക്ട്രോണിക് ഐറ്റവും പോലീസിന് വേണ്ടേം താൻ, പക്ഷെ ഇങ്ങേരുടേത് വേണം. അവിടെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. മേൽ പറഞ്ഞവരൊക്കെ തൊടാൻ മുട്ടിടിക്കുന്ന പോലീസാണ് ചെകുത്താന്റെ കാര്യത്തിൽ ഈ ഷോയൊക്കെ കാണിച്ചത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ കൃത്യമായ ഇടപെടൽ നടന്നു എന്നതും വ്യക്തമാണ്. വ്യക്തിഹത്യക്കിരയായി എന്ന് പറയപ്പെടുന്ന മോഹൻലാൽ പരാതി നൽകാതെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ മറ്റൊരു വ്യക്തിയായ സിദ്ദിഖ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തത് അസാധാരണ നടപടിയാണ്. ഇവിടെ വ്യക്തിഹത്യക്ക് ഇരയായ നിരവധി പേർ, മൈസെൽഫ്, നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലും സൈബർ വിഭാഗങ്ങളിലും ഇപ്പോഴും കയറി ഇറങ്ങുമ്പോഴാണ് സിദ്ദിഖിന്റെ പരാതിയിൽ തിരുവല്ല പോലീസ് തിടുക്കപ്പെട്ട് ഓവർ സ്മാർട്ട് കാണിച്ചത്. ഭാരതീയ ന്യായ സംഹിത 192, 236B, കേരള പോലീസ് ആക്ട് 2011 120 വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിന് എതിരായി തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്. മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശം എന്നതാണ് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നത്. അറസ്റ്റിലായ പ്രതിയെ കൊച്ചിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം ചെകുത്താന്റെ മൊബൈൽ ഫോണും ട്രൈപോഡും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിരൂപണം എന്ന പേരിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും താരസംഘടന തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പോ അതാണ് കാര്യം. മോഹൻലാലിനെതിരെ അജു വർഗീസ് എന്തെങ്കിലും പറഞ്ഞത് കണ്ടു മാത്രമല്ല ഈ നടപടി. ഇത് സിനിമകൾക്കെതിരെ റിവ്യൂ ചെയ്യുന്ന ചെകുത്താനെ പോലെയുള്ളവർക്ക് മൂക്ക് കയറിടാനുള്ള ഒരു പുതിയ മാർഗം മാത്രമാണ്. ഇതിന് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ട്. വ്യക്തിഹത്യ ആര് നടത്തിയാലും അത് തെറ്റാണ്, നടപടി ഉണ്ടാവുകയും വേണം, അതിനെതിരെ ആക്ഷനും എടുക്കണം. പക്ഷെ ചെയ്ത ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സൈന്യത്തിന്റെ പേരിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ തന്നെ ഇപ്പൊ ഈ ചെയ്തത് പ്രഹസനമാണെന്ന് തന്നെയാണ് എന്റെയും വാദം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ തന്നെ പോലീസുകാരെ നന്നായിട്ട് കളിയാക്കാറുണ്ട് ഇല്ലേ? നമ്മുടെ സുരേഷ് ഗോപിയുടെ തന്നെ ഒരു സിനിമയുണ്ടല്ലോ, സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, വെള്ളത്തിലൊക്കെ വീടുന്നതും പിന്നെ എഴുന്നേറ്റ് വരുന്നതും അത്യധികം ഒരുമാതിരിയൊക്കെ പോലീസുകാരെ കളിയാക്കാറുണ്ട്. അത് പോലീസുകാരെ കളിയാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ല? അതിനെതിരെ എന്താ ആക്ഷൻ എടുക്കാത്ത? ആവിഷ്കാര സ്വാതന്ത്ര്യമായതുകൊണ്ടല്ലേ. സൈന്യത്തിൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് സുരേഷ് ഗോപിയുടെ തന്നെ ഒരുപാട് സിനിമകൾ സൈന്യത്തിലുള്ളവരെ പറ്റിയും അങ്ങനെ മോശം പറയുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമല്ലേ? അപ്പൊ സൈന്യത്തിനെ കളിയാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാകണ്ടേ? അതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടും അല്ലേ? അപ്പം ഇതും ഏകദേശം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ തന്നെ പെടുക. വ്യക്തിഹത്യ എന്ന് പറയുമ്പോൾ അയാളെ ക്വൈറ്റ് പേഴ്സണലായ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് പറയുന്നതിനാണ് വ്യക്തിഹത്യ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നൊരു യൂട്യൂബർ ഉണ്ട്, അയാളാണെങ്കിൽ അവിടെ അനങ്ങാ പറയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ചെകുത്താന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, ചെകുത്താൻ പറയുന്ന ചില കാര്യങ്ങളിലുള്ള വ്യക്തത, അത് അവരെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ചെകുത്താൻ അവർ ടാർഗറ്റ് ചെയ്തത്. ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷനിൽ ചെകുത്താന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചത്. സത്യത്തിൽ അവർക്ക് വേണ്ടത് അയാളുടെ മൊബൈലും ആ ട്രൈപോഡുമാണ്. അത് പുതിയൊരെണ്ണം വാങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയൊക്കെ കാണിച്ച് അയാളെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ, ഒരു കൊലപാതകിയെ പോലെ കൊണ്ടുവരുമ്പോൾ ഒരു കിട്ടുന്ന ഒരു മനസുഖം, അത് ചിലർക്കൊരു മനസുഖമാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് ഓർത്തുകൊള്ളാം. സർക്കാർ തലങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം പ്രതിയായി തിന്നാൻ കഴിവുണ്ടായിരുന്ന ഒരാളായിരുന്നു. കാരണം ആനക്കൊമ്പ് കേസിൽ സർക്കാരാണ് മനസാക്ഷിയുടെ പുറത്ത് വിട്ടുകൊടുത്തത്. അപ്പൊ റോൾ മോഡൽ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗമില്ല. പിന്നെ ആരാധകരായി നിൽക്കുന്ന കുറെ പേർക്ക് സൈന്യത്തിലേക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി പുള്ളിയെ കൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടാക്കി കൊടുത്തത് കൊണ്ട് തെറ്റുമില്ല, അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് കണ്ട ഉടനെ കുറെ പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ വിജയ് അതുപോലെയുള്ള, ഞാൻ തമിഴ്നാട്ടിൽ പറയണത് എനിക്ക് അവിടുത്തതാണ് കൂടുതൽ വശം, അതുകൊണ്ടാണ്. അവിടെയുള്ളവരൊക്കെ ഇതുപോലെ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരുപാട് പേർക്ക് അതിൽ അട്രാക്ഷൻ വന്നിട്ട് അവർ ചെയ്യും. പോലീസ് സിനിമകൾ വിജയിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ പോലീസിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോലീസ് സേനയിലേക്ക് ചേരാനായിട്ട് നിൽക്കുന്നത്. അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷെ വിമർശനാതീതരായിട്ട് ആരുമില്ല. ജഡ്ജിയെ പോലും വിമർശിച്ചവരുണ്ടല്ലോ, ഞാൻ ലിസ്റ്റ് വായിച്ചല്ലോ 9 പേരിൽ, അതിൽ ജഡ്ജിയെ പോലും വിമർശിച്ചവരുണ്ട്. അവരെയൊക്കെ വെറുതെ വിട്ടിട്ട് ഈ പറയുന്ന അജു ഒരു ഭയങ്കര കുറ്റക്കാരനായിട്ട് കാണിച്ചതിൽ ഒരു പ്രത്യേകതര അജണ്ട ഉണ്ടെന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഒരാളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്. ഇഷ്ടപ്പെടാത്ത ആളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതേ മോഹൻലാൽ പറഞ്ഞ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്കത് തീർത്തും യോജിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ചെണ്ട കൊട്ടണം, അപ്പോൾ കൊറോണയുടെ അണുക്കൾ ഓടിപ്പോകുമെന്ന് പറഞ്ഞു. സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും വിമർശനവും കൊണ്ടുവരും. തലയിൽ തീട്ടമാണോ എന്ന് ചോദിക്കുക തന്നെ ചെയ്യും. അതുപോലൊരു ചോദ്യമല്ലേ അത് ചോദിച്ചുള്ളൂ. അത് കുറച്ച് ലേറ്റായി ഈ ഒരു വിഷയത്തിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ദുരന്ത ഭൂമിയിൽ പോയി സെൽഫി എടുക്കാൻ തോന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഇതുപോലെ ഒരുമാതിരി പ്രഹസനങ്ങൾ കാണിക്കാനും തോന്നത്തില്ല. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മാത്രമേ മോഹൻലാലിന് അവിടെ ഒരു അക്സെപ്റ്റൻസ് വരൂ എന്ന് പറയുന്നതും തെറ്റായ ഒരു നടപടിയാണ്. അങ്ങനെ അല്ലാതെ പോയാലും മോഹൻലാലിന് അക്സെപ്റ്റൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും. അതൊരാളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം അജു പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം പുള്ളിയെ അറസ്റ്റ് ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ആ അമ്മ പറഞ്ഞതുപോലെ പോലീസുകാർ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഓടിപ്പോകുകയാണോ ഒളിച്ചു നടക്കുകയാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയതും തെറ്റല്ലേ? അങ്ങോട്ട് ചെന്ന് സറണ്ടർ ആവുകയല്ലേ ചെയ്തു. ആന്റിസിപ്പേറ്ററി എടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ആന്റിസിപ്പേറ്ററി കിട്ടുകയും ചെയ്യുമായിരുന്നു. ഒരു ഹറിബറിയിൽ തന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് തീർച്ചയായിട്ടും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവരെ വെല്ലുവിളിക്കാനാണ്. ഇതിനൊക്കെ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ചുമന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സ്വഭാവമായിരിക്കും, അവർക്ക് പേടിയുണ്ടായിരിക്കും. അത്തരം പേടിയില്ലാത്തവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കേസ് വരുന്നു എന്ന് കരുതി അഭിപ്രായങ്ങൾ പറയാതിരിക്കും എന്നാരും വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ട് തന്നെയാണ്. ചില അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് പറയുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഈ ഒരു വിഷയത്തിൽ സൈന്യത്തിനെ അധിക്ഷേപിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലായ കാര്യം അജുവിന്റെ അഭിപ്രായം പറഞ്ഞു. താല്പര്യമുള്ളവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വകുപ്പൊക്കെ പ്രകാരമാണെങ്കിൽ ഫാൻസ് അസോസിയേഷൻ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു. അത്രയും മന്ദബുദ്ധികളായ ഫാൻസ് കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ സത്യമായിരിക്കാം. കേരളത്തിൽ അത്രയും ഭീകരമായിട്ട് ആൾക്കാരുണ്ടെന്ന്
എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയും, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അജുവിന് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് വളരെ സമാധാനം, നല്ലൊരു കാര്യമാണ്. തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യണം. അജു യുക്തിവാദി ബേസിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് എതിർപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ഒരു നിര തന്നെ അപ്പുറത്തുണ്ടായിരിക്കാം. പക്ഷേ ശത്രുക്കൾക്ക് ഓൺസ് ഇൻ എ വൈൽ മനസ്സിലാകും അജു പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആകേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാകേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സോഷ്യൽ ഒരു അറ്റ്മോസ്ഫിയറിൽ ആളുകൾക്ക് അത് പിടികിട്ടത്തില്ല. ഇത് മനസ്സിലാകാൻ ഇനിയും ഒരു 50 വർഷം മുൻപോട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അന്നൊരു പക്ഷേ അജുവിന് അംഗീകാരവും കിട്ടിയെന്ന് വരാം. താല്പര്യമില്ലായിരിക്കാം. എനിവേ അംഗീകാരം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. പറയാനുള്ളത് പുള്ളി പറയുന്നുണ്ടല്ലോ. ആ ബോധ നിലവാരത്തിൽ ഇല്ലാത്ത മനുഷ്യർക്ക് മാത്രമേ അത് തള്ളിക്കളയാനും തള്ളി പറയാനും തോന്നുള്ളൂ. ഇത്തരം പ്രഹസനങ്ങൾ കാണുമ്പോൾ പറയണമെന്ന് തോന്നുന്ന ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് ആണ്. ഇത്തരം കോമൺ സെൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് അജുവിനുണ്ടായി ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇവിടെ ഒരുപാട് മനുഷ്യർ വ്യക്തി അധിക്ഷേപവും വ്യക്തിഹത്യയും വളരെ മോശമായ രീതിയിലൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ കാലതാമസത്തിൽ കൂടെയാണ് അവർക്ക് നീതി കിട്ടുന്നത്. റീസെൻ്റ്ലി ഇന്ന് തന്നെ നടന്ന ഒരു കാര്യം, സുരാജ് പാലക്കാരൻ്റെ അറസ്റ്റാണ്. സുരാജ് പാലക്കാരനെതിരെ ആ പെൺകുട്ടി കേസ് കൊടുത്തിട്ട് ഇന്നേക്ക് എത്ര മാസമാകുന്നു എന്നറിയാമോ? മാസങ്ങൾക്ക് ഇപ്പുറമാണ് അവൾക്ക് നീതി കിട്ടിയത്. അറസ്റ്റ് എന്ന രീതിയിലെങ്കിലാണെങ്കിൽ പോലും. അപ്പോൾ ആ രീതിയിൽ അതിന് നടക്കുമ്പോൾ ഇതൊരു ഹറിബറിയിൽ നടത്തിയ ഒരു പ്രഹസനം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ചില രീതിയിലുള്ള സംഘി സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സംഘിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം രീതി ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അതൊരു പ്രത്യേക വിഭാഗക്കാർ പ്രത്യേക രീതിയിൽ ഒപ്പിച്ചു കൂട്ടിയ ഒരു കാര്യമാണ്. ഇതുകൊണ്ട് സിദ്ദിഖ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാല ഇടിച്ചു കയറിപ്പോയി അയാളുടെ വീട്ടിൽ തോക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തി കാണിച്ച പോക്കർത്തരങ്ങൾ കണ്ടില്ലേ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പം ആ അമ്മ ചോദിച്ചതും ആപ്റ്റായ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത ഒരാൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന എന്തിനാണ്? വിമർശനങ്ങൾ ഉണ്ടാകുമല്ലോ. ഇതിനേക്കാൾ വൾഗറായിട്ട് വേറൊരു യൂട്യൂബർ ഇരുന്നുകൊണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്നുണ്ട് മോഹൻലാലിന്. എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് സിദ്ദിഖിന് എന്തുകൊണ്ട് തോന്നുന്നില്ല? ഇതിനേക്കാൾ ഭീകരമായിട്ടാണ് അയാൾ ആക്രമിക്കുന്നത്. അതൊന്ന് കേട്ടു നോക്കിയാൽ മാത്രം മനസ്സിലാവും. എനിക്ക് അയാളുടെ പേരൊന്നും പറയാൻ താല്പര്യമില്ല. ബട്ട് സ്റ്റിൽ, അതായത് ശ്രീലമ്പടനാണെന്ന് മോശപ്പെട്ട രീതിയിലാണ് മോഹൻലാൽ ജീവിക്കുന്നത്. മോഹൻലാലിൻ്റെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ യൂട്യൂബിലിരുന്നുകൊണ്ട് കസർത്തുന്നത്. അയാളെ പിടിച്ചതായിട്ടോ അയാളുടെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റം എടുത്തുകൊണ്ട് പോയതായിട്ടോ അറിയത്തില്ല. അതൊന്നും കേൾക്കുമ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ഫാൻസിന് ഇളക്കം വരത്തില്ലയോ? ഇത് കേൾക്കുമ്പോൾ മാത്രമാണോ ഇളക്കം വരുന്നത്? ഇത് അതൊന്നുമല്ല, മറ്റൊരു തരത്തിലുള്ള ഒരു ചൊറിച്ചിൽ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. നന്ദി.